Okay, so we can start. ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? യെസ്, നമ്മൾ എവിടെയായിരുന്നു? വേറെ ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ ആണ് എടുക്കാന്. ഓക്കെ ഓക്കെ. ആരെങ്കിലും ക്ലാസ് ലീഡ് ചെയ്യാൻ റെഡി ആണോ? യെസ്, എനിവൺ? മിസ് അത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായിരുന്നു. ഇനി സ്ട്രക്ചർ ആൻഡ് ഓർഡർ അത് റീഡ് ചെയ്ത് വരാൻ പറഞ്ഞിരുന്നു. അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി, അത് റിയാലിറ്റി ആൻഡ് നേച്ചർ, അത്രയും റീഡ് ചെയ്ത് വരാൻ പറഞ്ഞിരുന്നു. ഓക്കെ ഫൈൻ. സോ നിങ്ങൾ റീഡ് ചെയ്തിട്ടുണ്ടോ? എന്താ മനസ്സിലായത്? ഷെയർ ചെയ്യാൻ റെഡി ആണോ? സിമ്പിൾ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. സോ സ്ട്രക്ചർ ആൻഡ് ഓർഡർ ഞാനൊന്ന് ഷെയർ ചെയ്യാം. അപ്പോഴേക്കും 125. ഓക്കെ, അപ്പോഴേക്കും ഇത് ലീഡ് ചെയ്യാൻ റെഡി ആയിട്ടാണെങ്കിൽ ഉണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. So പാർട്ട് 4 കഴിഞ്ഞോ? പാർട്ട് 4 ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞോ? ഇനി കുറച്ചൊക്കെ എടുക്കാണ്ട് മിസ്സേ. ഡെവലപ്മെന്റ് പ്രൊഫൈല്, ഗുഡ് മാനേഴ്സ്, പിന്നെ പ്രോഗ്രാം ഫോർ വാല്യൂ ഓഫ് വേരിയസ് കൈൻഡ്സ്, അതൊക്കെ എടുക്കാണ്ട്. സ്ട്രക്ചർ ആൻഡ് ഓർഡർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി, അതൊന്ന് റീഡ് ചെയ്തിട്ട് വരണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം വീടൊന്ന് ആലോചിച്ചു. ആകെ അലവലാതിയായിട്ട് കിടക്കുന്നു, ഒരു സാധനവും വെച്ചെടുത്ത് കാണുന്നില്ല, അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നു. ഷെൽഫിലൊക്കെ ഡ്രസ്സ് ഒരു രീതിയിലും നല്ല രീതിയിൽ മടക്കി വെച്ചിട്ടില്ല. അങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ആകെ നമ്മൾ ഫുൾ നെഗറ്റീവ് അടിക്കും അല്ലെ. നമുക്ക് അങ്ങനെ ഒരു റൂമിലേക്ക് കയറുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറുമ്പോ നമുക്ക് ആകെ അസ്വസ്ഥയായിരിക്കും. കൊച്ചു കുട്ടികളുള്ള വീട്ടിൽ ഇങ്ങനെ ടോയ്സ് ഒക്കെ നിരന്ന് കിടക്കും, അത് നമ്മൾ ആക്സെപ്റ്റബിൾ ആണ്. പക്ഷെ അല്ലാതെ ഇങ്ങനെ കിച്ചണിൽ കുറെ പച്ചക്കറി അവിടെ അവിടെ ചീഞ്ഞിരിക്കുന്നു, കുറെ ഫുഡ് അവിടെ അവിടെ തുറന്നിരിക്കുന്നു, അങ്ങനെ താഴെ കുറെ കിടക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ആകെ ഒരു അസ്വസ്ഥത വരും. നമ്മള് ഒരു ഓർഡറിൽ, ഒരു സ്ട്രക്ചറിൽ വെക്കേണ്ട കാര്യങ്ങൾ ആ രീതിയിൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അത് ചെറുപ്പം തുടങ്ങി കുട്ടികൾ ശീലിക്കുവാണെങ്കിൽ അവരുടെ അഡൾട്ട് ആകുമ്പോഴും അവര് ഓക്കെ ആയിരിക്കും. ലൈക്ക് അത് ആ ഒരു ശീലം ഉണ്ടെങ്കിൽ, ഹസ്ബൻഡ് ഒറ്റ മോനാണ്, അത് ആളുടെ ജനറേഷനിൽ ഫസ്റ്റ് ആളുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനറേഷനിൽ ഫസ്റ്റ് ആള്. അപ്പൊ ആ ഒരു പ്രിവിലേജ് അവർക്കുണ്ട്, ആ ഒരു പ്രിവിലേജ് ഉണ്ട്. ഹസ്ബൻഡ് ജനിച്ച സമയത്ത് ഇഷ്ടം പോലെ ആളുകളായിരുന്നു പാമ്പർ ചെയ്യാനായിട്ട്, നോക്കാനും എല്ലാ കാര്യങ്ങളും നോക്കാനും ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ലൈക്ക് ആളെ കിടക്കുന്ന സ്ഥലം മാത്രം, അവിടെ മാത്രം നീറ്റാക്കി അവിടെ കിടക്കും, ചുറ്റും എന്തൊക്കെ കിടന്നാലും ഒരു പ്രശ്നവുമില്ല. അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു പറവൂർ ഒരു സ്ഥലത്ത് ആദ്യം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ മോനെ പ്രഗ്നന്റ് ആയ സമയത്താണ് പറവൂർ വരുന്നത്, രണ്ടാമത്തെ ആള്. അപ്പൊ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ്, ശരിക്കും 9 months ആകാറായപ്പോഴാണ് ഞാൻ പോയത് കേട്ടോ. ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടില് പോയ സമയത്ത് പോയി 2 months 3 months ആവാറായപ്പോഴേക്കും ഞാൻ തിരിച്ചു വന്നപ്പം അന്ന് വാഷ് ചെയ്ത ഡ്രസ്സ് തുടങ്ങി ഇങ്ങനെ കട്ടിൽ ഇങ്ങനെ മല പോലെ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പൊ ഇറ്റ്സ് ലൈക്ക് അവര് ചെറുപ്പത്തിലേ ശീലിച്ച രീതി, അത് നമുക്കിനി മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ബേസിക് നീഡ്സ് ഒക്കെ നടന്നു പോകുന്നുണ്ട്. എന്തിനാ അത് മടക്കി വെക്കണ്ടേ? അതിനി എടുത്തിടാനുള്ളതല്ലേ. എടുക്കുന്നു, അയൺ ചെയ്യുന്നു, ഇടുന്നു, അതാണ് ആ ഒരു രീതി. അയൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അലക്കി കൊണ്ടുവന്നത് അയൺ ചെയ്ത് ഞാൻ സമയം എടുക്കുവാണെങ്കിൽ മടക്കി വെക്കുക, അങ്ങനത്തെ തോട്ട്സ് ഒന്നും അവരുടെ ഇല്ല. കാരണം അവർ ചെയ്തിട്ടില്ല.
ചെറുപ്പത്തിൽ ചെയ്തിട്ടില്ല. കാരണം ഇഷ്ടംപോലെ ആളുകൾ അവിടെ അങ്ങനെ ഡിപ്പെൻഡന്റ് ആയിരുന്നു, അത്രയും ഡിപ്പെൻഡന്റ്. എനിക്ക് തോന്നുന്നു ഒരു 50 വയസ്സാവാറാകുമ്പോഴും ഇപ്പോഴും ഡിപ്പെൻഡന്റ് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റും. അത് കുട്ടികളിൽ ഈ സ്ട്രക്ചർ ആൻഡ് ഓർഡർ എന്നുള്ളത് ചെറുപ്പം തുടങ്ങിയേ ആ ഒരു ശീലിക്കുവാണെങ്കിൽ അവര് വലുതാകുമ്പോഴും അവർ അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യും. അവരുടെ റൂമിൽ നമുക്ക് കയറിയാൽ തന്നെ അറിയാം, അത്രയും അടുക്കം ചിട്ടയോട് കൂടിയിട്ടായിരിക്കും അവരുടെ റൂമിൽ വയ്ക്കുക, ഓരോ ഏത് പ്രായത്തിലാണെങ്കിലും. ഓക്കെ, സോ സ്ട്രക്ചർ ആൻഡ് ഓർഡർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി നിങ്ങൾ വായിക്കുവാണെങ്കിൽ രണ്ടും റിയാലിറ്റി ആൻഡ് നേച്ചർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി ആണ് പറഞ്ഞത്. സ്ട്രക്ചർ ആൻഡ് ഓർഡർ ഒരാൾ മുഴുവൻ വായിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് റിയാലിറ്റി ആൻഡ് നേച്ചർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി, നത്തിങ് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, പ്ലീസ് റീഡ്. ആരുല്ല? ഞാൻ വായിക്കാം മിസ്. Structure and order. While structure and order seem counter-initiative to the freedom earlier mentioned, nothing could be further from the truth. Structure and order in the Montessori classroom exactly reflected the sense of structure and order in the universe. By using the Montessori classroom environment as a microcosm of the universe, the child starts to internalize the order that surrounds him, thus making sense of the world in which he lives. Montessori stated that there is a sensitive period of order which happened between the ages of 1 and 3 years of age. This is when the child sets on drawing conclusions of the world around him. If there is no order to his environment, the child's sense of reason may be off because he will not be able to approve his findings. Through order, children learn to trust the environment and learn to interact with it in a positive way. Only in an accurate and determined environment can a child categorize his perception and thus form an inner conceptual framework with which to understand and connect with his world. Through order, children are able to find materials of his selection. Their selection is further assisted in the environment by arranging materials as per children, the probability of a complete cycle activity when using the material. No parts of the material should be missing. He should find all the pieces for all the exercise he selects. It is necessary to understand that in pursuing to develop freedom, it should be clearly established that only destructive acts of the child should be limited. All the rest, every manifestation having useful scope, whatever it be, and under whatever form it expresses itself, must not only be permitted but must be observed by the teacher. Miss, ഇത് explain ചെയ്യണോ? എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് ഒന്ന് ബ്രീഫ് ചെയ്താൽ മതി, കൂടുതലായിട്ട് ലൈൻ ബൈ ലൈൻ പറയണമെന്നില്ല. ബാക്കി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ ആഡ് ചെയ്യാം. ഇതില് ടോട്ടലി പറയുന്നത് കുട്ടികൾ നമ്മളൊരു ഓർഡർ ആയിട്ട് ചെയ്യുന്ന കാര്യം എത്രത്തോളം അവര് ഇപ്പം നമ്മുടെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു മോണ്ടിസോറി സ്കൂളിൽ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസും അവരുടെ പ്രാക്ടിക്കൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് അവരത് പഠിക്കുന്നത്. നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികൾ അത് കറക്റ്റ് ആയിട്ട് അതിൻ്റെതായിട്ടുള്ള ഓർഡറിൽ വെച്ചിട്ടില്ലെങ്കിൽ, അതായത് അതുപോലെ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് കുട്ടികൾക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനോ അത് ചെയ്യാനോ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ എത്രത്തോളം കീപ്പ് ചെയ്യുക, അവരെ തന്നെ കീപ്പ് ചെയ്യാൻ, അത് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാൻ പറയുകയാണെങ്കിൽ, അത് അവർ ശീലിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ അടുത്ത ദിവസം ആ കുട്ടികളോട് അത് നമ്മൾ എടുക്കാൻ വരുമ്പോൾ അവർക്കത് പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് അത് എടുത്ത് അവർക്കത് പ്രസന്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതാണെങ്കിലും അങ്ങനെ തന്നെ അത്രത്തോളം കറക്റ്റ് ആയിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അതായത് എടുത്ത സാധനം നമ്മൾ എടുത്തോടെ തന്നെ വെച്ച് ശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ അതിനൊരു ബുദ്ധിമുട്ടില്ലാതെ ഭാവിയിലേക്കും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു മൊത്തം പാരഗ്രാഫിന് എനിക്ക് അത്രയാണ് മനസ്സിലായത് മിസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? പ്ലീസ്. Yes. Okay. So structure and order നമ്മൾ previously കണ്ടു. കുട്ടിക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കുമ്പോൾ കുട്ടി ഇൻഡിപെൻഡന്റ് ആകുന്നു. ഫ്രീഡം കൊടുക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് ആകുന്നു. സോ ഹി ഈസ് വെരി ഹാപ്പി. ഹാർമോണിയസ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട്
ആ ഒരു എൻവയോൺമെന്റിൽ അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുന്നു. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവന്റേതായ സ്പീഡിൽ അവന്റേതായ ടൈമിൽ ചെയ്യാനായിട്ട് പറ്റുന്നു. അങ്ങനെ വരുമ്പോഴാണ് അവനിൽ സ്പോണ്ടേനിയസ് ആയിട്ട് സെൽഫ് ഡിസിപ്ലിൻ ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയും. ഒബീഡിയൻസ് ഡെവലപ്പ് ചെയ്യുന്നു. സോ അവന് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ അവൻ അതിനെ അത്രയും കെയർ ചെയ്യും. അവൻ ആ ഇരിക്കുന്ന സ്ഥലം കെയർ ചെയ്യും, സറൗണ്ടിങ്സ് കെയർ ചെയ്യും. ആ കിട്ടിയ സാധനം തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവയ്ക്കാനായിട്ട് അവൻ താല്പര്യപ്പെടും. പിറ്റേ ദിവസം വന്നിട്ടും എനിക്ക് ഇത് തന്നെ കളിക്കാനുള്ളതാണ് ആ ഒരു തോട്ട് ഉണ്ടാവും. അപ്പൊ അത് ഞാൻ നല്ലതായിട്ട് തന്നെ വെക്കണം എന്നുള്ളത്. അപ്പൊ ആ ഒരു സ്ട്രക്ചർ ഓർഡർ അവന്റെ സെൽഫ് ജനറേറ്റഡ് ആണ്. കൗണ്ടർ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ജനറേറ്റഡ് ആണ്. നമ്മൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. സ്ട്രക്ചർ ആൻഡ് ഓർഡർ സീംസ് കൗണ്ടർ ഇനീഷ്യേറ്റീവ്, ദാറ്റ് ഇസ് സെൽഫ് ജനറേറ്റഡ്, തന്നെ ഉണ്ടാകുവാണ് അവന്റെ ഉള്ളില്. പിന്നെ ഈ മോണ്ടെസോറി എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു മൈക്രോ കോസം ഓഫ് യൂണിവേഴ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ ആ വലിയ ലോകമുണ്ടല്ലോ അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ് മോണ്ടെസോറി എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പം യൂണിവേഴ്സിന്റെ മിനിയേച്ചർ വേർഷനിൽ ഇരുന്നാണ് അവൻ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നത്. അവന്റെ ഡെവലപ്മെന്റ് ഒരു ചെറിയൊരു യൂണിവേഴ്സിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ ഒരു കൊച്ചുകുട്ടി 6 years വരെയാണ് അവൻ ആ മിനിയേച്ചർ യൂണിവേഴ്സിൽ അവന്റെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ആ 6 years കഴിയുമ്പോൾ അവൻ ഏത് എൻവിയോൺമെന്റിലേക്ക് പോയാലും അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ 6 years വരെ അവൻ ആക്ടിവിറ്റീസ് ചെയ്ത ആ ഒരു മിനിയേച്ചർ യൂണിവേഴ്സ് തന്നെയാണ്. അവനൊരു പരിചയക്കുറവ് ഉണ്ടാവില്ല. എന്ത് കിട്ടിയാലും അവന്റെ ഇതേ ക്വാളിറ്റിയിൽ തന്നെ അവൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. അവൻ ഡിപെൻഡൻസി കാണിക്കില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ഇഷ്ടത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. സറൗണ്ടിങ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ആയിരിക്കും അവൻ കാര്യങ്ങൾ ചെയ്യുക. അവനൊരു ഒബീഡിയൻസ് ഉണ്ടാവും, ഡിസിപ്ലിൻ ഉണ്ടാവും, ഒരു ഓർഡർ ഉണ്ടാവും, സിസ്റ്റമാറ്റിക് വേ ഉണ്ടായിരിക്കും. അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. അപ്പോ ചെറിയ പ്രായത്തില് സെൻസിറ്റീവ് പീരീഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ചെറിയ ഏജില് ഈ സെൻസിറ്റീവ് പീരീഡ് ശരിക്കും അവരുടെ ഈ ഡെവലപ്മെന്റിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അവരെന്തുമായിട്ടും കണക്റ്റഡ് ആവുന്നു. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ അവർ ശ്രദ്ധിക്കുന്നു, അവർ കേൾക്കുന്നു, കാണുന്നു, എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ കേൾക്കുന്നു, കാണുന്നു, അതുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, കുട്ടി പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല കേൾക്കുകയും കാണുകയും കണക്റ്റഡ് ആവുകയും ചെയ്ത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഇന്നലെ വൈവ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമകരമായ ഒരു ഇൻസിഡന്റ് ആ ട്രെയിനിങ് എന്നോട് പറയുകയുണ്ടായി. സർവേ അല്ല, ക്ലാസ്സില് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോയ ഒരു സ്കൂളില് കുട്ടികളൊക്കെ ചെറിയ കുട്ടികൾ, KG സെഷനിലെ കുട്ടികളാണ്. ഒരു മോൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാ. അപ്പം അവനുമായിട്ട് കുറച്ച് അടുത്ത് കഴിഞ്ഞപ്പോ ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുമല്ലോ, കുട്ടികളുമായിട്ടൊരു കണക്ഷൻ നമ്മൾ ആദ്യം ഉണ്ടാക്കും. അത് ചെയ്തു കഴിഞ്ഞപ്പോ ഈ കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നതെന്ന് അറിയൂ. കുട്ടിയുടെ പാരന്റ്സ് എപ്പോഴും വഴക്കാണ്. അച്ഛൻ മദ്യപിച്ചു വന്നിട്ട് അമ്മയെ തല്ലും. അങ്ങനെ എന്നും ഇവൻ കാണുന്നത് ഇതാ. സ്കൂളിൽ ഇരിക്കുമ്പോഴും കുട്ടി കോൺഷ്യസ് ആ, കുട്ടിയുടെ ചിന്ത അതാണ്, എന്റെ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നുണ്ടോ, അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുന്നുണ്ടോ, ഈ ഒരു ചിന്തയാണ്. അപ്പോൾ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പോസിറ്റീവ് ഫാക്ടേഴ്സ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകളുടെ കയ്യിലാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് സ്കൂളിൽ മാത്രമല്ല, വീട്ടിൽ അവർ വളരുന്ന ഏത് സാഹചര്യങ്ങളിലും ആ ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് വരുന്ന എൻവിയോൺമെന്റ് അവർക്ക് ഉണ്ടായിരിക്കണം. ഇതിപ്പോ ആ ഒരു കുഞ്ഞിന്റെ കാര്യം ആ ഒരു ട്രെയിനി പറഞ്ഞപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം അത്രയ്ക്ക് ഭയങ്കര എനിക്ക് വിഷമം തോന്നി. ഒരു കൊച്ചുകുട്ടി അവന്റെ മനസ്സിങ്ങനെ എപ്പോഴും അത് തന്നെയാണ് ചിന്തിക്കുന്നത്, എന്റെ അമ്മയെ അച്ഛൻ തല്ലുന്നുണ്ടോ, അച്ഛൻ ഉപദ്രവിക്കുവാണോ. കാരണം അവൻ ഓർമ്മ വെച്ച കാലം തുടങ്ങി, അതായത് അവന്റെ ഈ സെൻസിറ്റീവ് പീരീഡിൽ മുഴുവൻ അവൻ കണ്ടിരിക്കുന്നത് മുഴുവനും അതാണ്. അതൊക്കെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ചുറ്റുമുള്ള ലോകത്തിന്റെ ഒരു ഇമേജ് അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അവൻ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയുടെ റിഫ്ലക്ഷൻസും അത് തന്നെയാണ്. അവൻ കണ്ട ആ ഒരു കാഴ്ചകൾ അവന്റെ മനസ്സിൽ തന്നെയുണ്ട്. സോ അവന്റെ ആക്ഷൻസിലൂടെ അത് റിഫ്ലക്ട് ചെയ്യും. അതൊരു നല്ലൊരു പോസിറ്റീവ് കാര്യമാണെങ്കിലോ അവന്റെ ഡെവലപ്മെന്റിന് അത് അത്രയും നല്ലതായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുട്ടികൾക്ക് മെറ്റീരിയൽസ് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ സ്വന്തമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി എങ്ങനെയാണോ അവർക്ക് അത് അവിടെ നിന്ന് കിട്ടിയത് അതുപോലെ തന്നെ തിരിച്ച് സൂക്ഷിച്ചവർ വെക്കാനായിട്ട് നോക്കും. അത് നല്ല പോലെ ആകാനും അത് മോശമാകാതിരിക്കാനും അവർ ശ്രദ്ധിക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിന് പറയുന്നത്, ഓർഡർ, സ്ട്രക്ചർ ആൻഡ് ഓർഡറിൽ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം പ്ലീസ്.
Yes. ഇവിടെ ഒരു വേർഡ് വന്നത് മൈക്രോകോസം ആണ്. അത് മിനിയേച്ചർ മോഡൽ അല്ലെങ്കിൽ മിനിയേച്ചർ വേർഷൻ എന്നൊക്കെ പറയുന്നതാണ് മൈക്രോകോസ് എന്ന് പറയുന്നത്. നമുക്ക് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് മറിയ മോണ്ടിസോറി യൂണിവേഴ്സിനെ അത്രയും ഒബ്സർവ് ചെയ്തിട്ട് അതിന്റെ ഒരു മിനിയേച്ചർ മോഡലാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കാരണം ആ ഒരു വലിയ ലോകത്തേക്കാണ് കുട്ടി ഇറങ്ങി പോകാൻ പോകുന്നത്, പിന്നീടുള്ള അവന്റെ വളർച്ച മുഴുവനും. അതിനു മുമ്പേ അവനെ ആ ലോകം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണ് മറിയ മോണ്ടിസോറി എല്ലാ കാര്യങ്ങളും ആ ഒരു എൻവിയോൺമെന്റിൽ ഡിസൈൻ ചെയ്ത് വെച്ചത്. പിന്നെ കൗണ്ടർ ഇനീഷ്യേറ്റീവ് സെൽഫ് ജനറേറ്റഡ് ആണ് അവരുടെ സ്ട്രക്ചർ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ റിയാലിറ്റി ആൻഡ് നേച്ചർ. ഇതാരാ റീഡ് ചെയ്യാം? Yes, please. എന്തെന്ന് വായിക്കട്ടെ? അറിയില്ലല്ലേ? ഒക്കെ വായിച്ചു പ്ലീസ്. Reality and nature. Montessori had a wide respect and veneration for nature. She believed that we should use nature to inspire children. She continually suggested that Montessori teachers take the children out into nature rather than keeping them restricted in the classroom. This is why natural materials are preferred in the prepared surroundings. Real wood, reeds, bamboo, metal, cotton, and glass are preferred to synthetics or plastics. So the Montessori environment is based on reality and nature. The child must have the opportunity to internalize the limits of nature and reality. If he is to be free from his fantasy and illusion, both physical and psychological, only in this way can he develop self-discipline and security, the necessary to explore his external and internal world and to become an active and grateful observer of life. മോണ്ടിസോറി മെത്തേഡ് പ്രകാരം ഡോക്ടർ മോണ്ടിസോറി കുട്ടികൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന ഒരു എത്രത്തോളം അവർക്ക് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് വരുന്നൊരു പഠനം സൗകര്യം ഉണ്ടാക്കാമോ അത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് അവർക്കുള്ള പഠനം റെഡിയാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ പറയുന്നത് കുട്ടികളെ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ ഇരുത്തി, അതായത് അടച്ചുപൂട്ടി ഇരിക്കാതെ പുറത്തേക്ക് കൊണ്ടുപോയി അവർക്ക് പ്രകൃതിയിൽ നിന്നും മനസ്സിലാക്കി, അതായത് അവർക്ക് എത്രത്തോളം പ്രകൃതിയിൽ നിന്നുള്ള കാര്യം നേരിട്ട് മനസ്സിലാക്കി അവരുടെ മനസ്സിലേക്ക് അത് കറക്റ്റ് ആയിട്ട് ആ പറയുന്ന പിക്ചർ എത്രത്തോളം ക്ലാരിറ്റിയോട് കൂടി അവരുടെ മനസ്സിലേക്ക് കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം ക്ലിയർ ആയിട്ട് പഠിപ്പിക്കാൻ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ് നല്ലതെന്ന് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നു. അത് അങ്ങനെ തന്നെ വേണമെന്ന് മോണ്ടിസോറി മെത്തേഡിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് ഒറിജിനൽ വുഡ്, അതുപോലെ ബാംബു, മെറ്റൽ എല്ലാം നമ്മൾ ഒറിജിനലാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കുട്ടികൾക്ക് അതായത് പ്ലാസ്റ്റിക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്നും കുട്ടികൾ കുറച്ചും കൂടെ എന്താ പറയാ പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ഒറിജിനലായിട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് മോണ്ടിസോറി മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള പഠന രീതിയിൽ എന്താ മിസ്? യെസ് എന്ന് പറഞ്ഞതാ പ്ലാസ്റ്റിക് സിന്തറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങള്. കാരണം ഒരിക്കലും നമുക്ക് പോസിറ്റീവ് ആയിട്ടൊരു കാര്യവും പ്ലാസ്റ്റിക്കിൽ നിന്നും സിന്തറ്റിക്കിൽ നിന്നും കിട്ടുന്നില്ല. ഈവൻ ദോ സിന്തറ്റിക് ഡ്രസ്സുകൾ നമുക്ക് വളരെ അൺകംഫർട്ടബിൾ തന്നെയാണ് അല്ലെ. സിന്തറ്റിക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും അത് തന്നെയാണ്. നമുക്ക് ഫുഡൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതല്ല പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം പിന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഇപ്പം ചെറുതായിട്ട് ഉണ്ടാക്കി തുടങ്ങുന്നേ ഉള്ളൂ. മറ്റേതെല്ലാം ഇങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കുന്നു. അപ്പൊ ആ ഒരു സെൻസ് കുട്ടികളിൽ ചെറുപ്പം തുടങ്ങിയ വരും. ഓക്കെ സുജിത, പ്ലീസ് ക്യാരി ഓൺ. ഓക്കെ, നമ്മളിപ്പോ കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ തന്നെയുള്ള പഠിപ്പിക്കലാകുമ്പോൾ ഇവർക്ക് അവരൊരു ഫാന്റസി ലോകത്ത് എന്ന പോലെയുള്ള ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നതെന്ന് ഡോക്ടർ മോണ്ടിസോറി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫാന്റസി ആൻഡ് ഇല്യൂഷൻ ജീവിതത്തിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ അവർ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചെടുത്താൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ഒരു സത്യാവസ്ഥയും കൂടെ നമുക്ക് മോണ്ടിസോറി മെത്തേഡിൽ നിന്നും മനസ്സിലാകുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ശരിയല്ലേ മിസ്?
The Montessori materials are based on the concept of reality. Real glasses are used for juice and knives for cutting fruits and vegetables. One piece of each type of equipment will be there in the Montessori classroom because children do not have an alternative. They learn to wait for their turn. According to Maria Montessori, man belongs to nature, and especially so when he is a child, he must draw from in the forces necessary to the development of the body and of the spirit. അത് മോണ്ടിസോറി മെറ്റീരിയൽ യാഥാർത്ഥ്യം അല്ല റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മോണ്ടിസോറി മെറ്റീരിയൽസ്. അതിൽ തന്നെ അവർ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസസ് ആണെങ്കിൽ പോലും ഒറിജിനൽ ആയിട്ടുള്ള ഗ്ലാസസ് ആണ്. ജ്യൂസ് കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഒറിജിനൽ ഗ്ലാസ് ആണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തികളും ഒറിജിനൽ ആണ്. അതുപോലെ തന്നെ കുട്ടികൾ അവരുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. കാരണം അവർക്ക് ഇപ്പം ഒരു കത്തി കുട്ടികൾക്ക് ആ ഒരു മറ്റു മാർഗങ്ങൾ ഇല്ലെങ്കിൽ ഇപ്പൊ കത്തി ഉപയോഗിച്ച് തന്നെ അവർക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവരത് പഠിച്ചെടുക്കാനുള്ള സമയം, അത് ഇപ്പം കത്തി ഉപയോഗിക്കാൻ കുട്ടികൾക്ക് പേടി ഉണ്ടെങ്കിൽ അവർ ആ പേടി മാറുന്നത് വരേക്കും പഠിച്ചെടുക്കാനുള്ള ഒരു ക്ഷമ അവിടുന്ന് പഠിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയുമായി കണക്റ്റഡ് ആണ്. അത് പ്രകൃതിയുമായി ഇണങ്ങി ചേർന്നതാണ് മനുഷ്യൻ. പ്രത്യേകിച്ച് അവൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവന്റെ വളർച്ചയ്ക്കുള്ള കാര്യങ്ങളും അവനിൽ ഉണ്ടായി വരുന്നുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവന്റെ വളർച്ചയ്ക്കുള്ള എല്ലാ ഇതും അവന്റെ ശരീരത്തിൽ രൂപം പ്രാപിക്കുന്നുണ്ട്. Then she believed that children must originally be given contact to nature through the care of the plants and animals. വീണ്ടും മരിയ മോണ്ടിസോറി വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ കുട്ടികൾ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന്, അതായത് പ്ലാന്റ്സും അനിമൽസും ആയിട്ട് ഒരു കണക്ഷനോടുകൂടി വളർന്നാൽ തന്നെ അവർക്ക് നല്ലൊരു കോണ്ടാക്ട്, അവരുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. Both the indoor and outdoor environment must be live with growing things of all kinds that are cared for by children. There should be a loop, microscope and simple experiments for children to perform. അത് പുറത്തും ഉള്ളിലുമുള്ള കുട്ടികളുടെ പഠനം അവരുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നു. അവർക്ക് അവരുടെ പരീക്ഷണങ്ങൾ റിയൽ ആയിട്ടും ചെയ്ത് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടെ ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് കുട്ടികൾക്ക്. താങ്ക് യു മിസ്. ഓക്കെ, വെരി ഗുഡ് സിസ്റ്റർ. ഓക്കെ, മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിയാലിറ്റി ആണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു റിയൽ വുഡ് യൂസ് ചെയ്യുന്നുണ്ട്. റീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള പോലെ തന്നെ ഈ ഉള്ളില് ഹോളോ ആയിട്ടുള്ള വുഡുകൾ ഉണ്ടല്ലോ. യൂറോപ്യൻ കൺട്രീസിലൊക്കെ നിറയെ അതുപോലത്തെ വുഡുകൾ ഉണ്ടാവും. നമുക്കിവിടെ ഈറ്റ, മുള എന്ന് പറയുന്ന പോലെ ആ സെയിം ഒരു ഫാമിലിയിൽ പെട്ട കാറ്റഗറിയിൽ പെട്ട പല ടൈപ്പ് വുഡ് പീസസ് ഉണ്ടാകും, അകം പൊള്ളയായിട്ടുള്ളത്. പിന്നെ മെറ്റൽ ഉണ്ട്, കോട്ടൺ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ യൂസ് ചെയ്യുന്നത്. സിന്തറ്റിക്കും പ്ലാസ്റ്റിക്കും ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഓക്കെ, കാരണം ഈ നാച്ചുറൽ ആയതിൽ നിന്ന് അതിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളിൽ സെൻസ് ഉണ്ടാകുന്നുണ്ട്. പ്ലാസ്റ്റിക്, സിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ റെയർ ആണ്. പിന്നെ അതുമല്ല അത് പ്രകൃതിക്ക് ഒട്ടും യോജിച്ചതുമല്ല. അതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി എപ്പോഴും നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽസും യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടെ ഡേഞ്ചർ സോൺ ശരിക്കും ഉണ്ട്, അതായത് ഗ്ലാസ് ഉണ്ട്, കത്തിയുണ്ട്. നമുക്ക് അറിയാം കുട്ടികളുടെ കയ്യിൽ നമ്മൾ ആരും കത്തി കൊടുക്കില്ല, കൈമുറിയും എന്നൊരു പേര് നമ്മുടെ കൈ മുറിയാറുണ്ട് അല്ലെ. പക്ഷെ കുട്ടികളെ നമ്മൾ നമ്മുടെ ഒബ്സർവേഷനിൽ കത്തി എങ്ങനെ ഉപയോഗിക്കാം എന്ന് ശീലിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെക്കാളും ശ്രദ്ധയായിരിക്കും, വളരെ ശ്രദ്ധിച്ചായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിളും കട്ട് ചെയ്യാൻ ഭയങ്കര മൂർച്ചയുള്ള കത്തിയൊന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ലാവിഷായിട്ട് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യില്ല. ഒരു സെറ്റ് 2 സെറ്റ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് 10 കുട്ടികൾ ഉണ്ടെങ്കിൽ 10 കത്തി അവിടെ വെക്കില്ല, ഒരു കത്തി വെക്കും. കുട്ടികൾ അവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പേഷ്യൻസോട് കൂടിയിട്ട്. ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞ് തീരുന്നവരെയും അവർ ക്ഷമയോടുകൂടെ കാത്തു നിൽക്കും. യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ പൊതുവെ കാണുന്ന ഒരു കാര്യം നമുക്കറിയാം, ആളുകൾ ഭയങ്കര ഒബീഡിയന്റ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടി ക്യൂവിൽ നിൽക്കും. നമ്മുടെ നാട്ടിൽ അത് കാണേയില്ല.
അപ്പൊ കുഞ്ഞുങ്ങൾ അത് ചെറുപ്പത്തിലേ ശീലിക്കുവാണ് ഇവിടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ അവരുടെ ലൈഫ് സ്കിൽ ആണ് അവിടെ ജനറേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ ഒരു കത്തി ഉണ്ടെങ്കിൽ ആ കത്തി കൊണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ, ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കൊടുക്കും. പക്ഷെ അവരുടെ ടേൺ ആവുന്നവരെയും അവർ വെയിറ്റ് ചെയ്യണം. അവർ വെയിറ്റ് ചെയ്യും, ഒരാൾ ചെയ്ത് കഴിയുന്നവരെയും അവർ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഗ്ലാസും വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്, കത്തിയും വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. കുട്ടിക്ക് എല്ലാ ഫ്രീഡം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കത്തിയും കൊടുത്ത് ഗ്ലാസും കൊടുത്ത് നമ്മൾ ഏതെങ്കിലും വഴിക്ക് പോവില്ല. നമ്മൾ ഒബ്സർവ് ചെയ്യണം. കാരണം അതൊരു ഡേഞ്ചർ സോൺ തന്നെയാണ്. ശരിയല്ലാത്ത രീതിയിലാണ് അവർ ഉപയോഗിക്കുന്നത്, അത് അവർക്ക് ഹാം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂൻ ചെയ്യാം. നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ മുറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ കുട്ടിയെ ഷൗട്ട് ചെയ്ത് പേടിപ്പിക്കുക, എന്തിനാ കത്തിയെടുത്ത്, ആ ഒരു രീതിയല്ല. യു ക്യാൻ ഡു ദാറ്റ്. നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോൾ കൊച്ചു കത്തി കുഞ്ഞിനെ കൊടുക്കുക, അവരും കട്ട് ചെയ്യട്ടെ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മമാരെ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞ പ്രകൃതിയുമായി കണക്റ്റഡ് ആണ്, ബിലോങ്സ് ടു നേച്ചർ. പ്രകൃതിയിൽ നിന്നും വന്നത് പ്രകൃതിയിലേക്ക് പോകുന്നു എന്നൊക്കെ പല ബിലീഫിലുള്ളവർ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ അപ്പൊ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഈ കുട്ടിയുടെ ഡെവലപ്മെന്റ് വേണ്ടുന്ന ഫോഴ്സസ് എല്ലാം ഈ ഒരു പ്രകൃതിയിൽ നിന്ന്, നേച്ചറിൽ നിന്നാണ് കിട്ടുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ദ ബോഡി ആൻഡ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മൈൻഡാണ്. ദെൻ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എൻവയോൺമെന്റ്. മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഒരു പ്രത്യേകതയാണ് ഇൻഡോറും ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഔട്ട്ഡോറും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ പ്ലാന്റ്സും അനിമൽസ്, പെറ്റ്സ് ഒക്കെ കാണും. അതുമായിട്ട് അവർ കണക്റ്റഡ് ആയിരിക്കുക. ആ ഒരു എംപതി, അതിനും ജീവനുള്ള വസ്തുക്കളാണ്, അവരെയും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അങ്ങനെ ഒരു ഇത്, ആ ഒരു കോണ്ടാക്ട് നേച്ചറിലെ എല്ലാ വസ്തുക്കളുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ എന്നൊക്കെ പറഞ്ഞു. അവിടെ ലൂപ്പ് മീൻസ് മാഗ്നിഫൈയിങ് ഗ്ലാസ്, ഭൂതക്കണ്ണാടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് മൈക്രോസ്കോപ്പ് ഉണ്ട്. അപ്പൊ സിമ്പിൾ എക്സ്പെരിമെന്റ്സ് ഒക്കെ കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം. അവർക്ക് വലുതാക്കി കാണിക്കാം ഓരോ കാര്യങ്ങളും. പിന്നെ അണുക്കൾ അതിൻ്റെത് കാണിക്കാം. അപ്പൊ നല്ലപോലെ ഹാൻഡ് വാഷ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല കാര്യങ്ങളും മനസ്സിലാക്കിക്കാൻ നമുക്ക് ഈ സയൻസ് ഏരിയ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലും സയൻസ് ഏരിയയിലും അവരുടെ അല്ലാതെയുള്ള ബാക്കി സെൻസോറിയൽ ലാംഗ്വേജ്, മാത്തമാറ്റിക്കൽ ഏരിയയിൽ നിന്നെല്ലാം ഓരോ കാര്യങ്ങളും അവർ മനസ്സിലാക്കുകയാണ് ത്രൂ ആക്ടിവിറ്റീസ്. അവിടെ അവരിൽ സെൽഫ് ജനറേറ്റ് ആയിട്ട് വരുന്നത് ഡിസിപ്ലിൻ, ഓർഡർ, സ്ട്രക്ചർ, പിന്നെ എന്താ പറയാ, ഇൻഡിപെൻഡന്റ്. അവർ ഇൻഡിപെൻഡന്റ് ആയി മാറും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവർക്ക് ആ ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ്, ആ ഒരു എൻവയോൺമെന്റും ഫ്രീഡവും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടികൾ ഇത്ര നല്ല രീതിയിൽ അവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എൻവയോൺമെന്റ്, അത് മറിയാം മോണ്ടിസോറി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പുറത്തുള്ള വിശാലമായ ലോകത്തിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ്. പിന്നെ ഫ്രീഡം, അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. ഭയങ്കരമായിട്ടുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യില്ല, വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് ഫ്രീഡം പ്രൊവൈഡ്. നെക്സ്റ്റ് വൺ അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി. അത് വളരെ കുറച്ചുള്ളത് കാരണം ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോവാം. ചെറിയ പാരഗ്രാഫ്. മാം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറയൂ പ്ലീസ്. മോണ്ടിസറി ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ട് എൻ്റെ മോന് വന്ന മാറ്റമാണ്, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ വന്നിട്ടായാലും ഞാൻ എന്തെങ്കിലും മിസ്മാച്ച് ചെയ്ത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ട് അതിൽ വന്നതിൽ മാറ്റം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡിസ്പ്ലേസോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവൻ സ്കൂളിൽ നിന്ന് വന്നവിടെ, അമ്മ അതെന്താ ഇവിടെ വെച്ച്, അമ്മ എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ ചിലപ്പോൾ അത് വിട്ടുപോയിരിക്കും, ഇത് ഇവിടെയല്ലല്ലോ. ഓക്കെ, അവൻ പറയുമ്പോഴേക്കും ഞാൻ ശ്രദ്ധിക്കുന്നത് അത് ഇവിടെയാണ്, ഓക്കെ ഫൈൻ, ആ രീതിയിൽ. അതുപോലെ തന്നെ പുറത്തൊക്കെ പോയാൽ ഒരു വേസ്റ്റ് കണ്ടാലോ ചിലപ്പോൾ ഞാൻ പോലും മതി, ഞാൻ ഇട്ടതല്ലല്ലോ, അത് എടുക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷെ അവനതെടുത്ത് അത് എവിടെയാ, പ്ലാസ്റ്റിക് ആണോ, ഓരോ വേസ്റ്റിൽ ഇപ്പം കൺവേർട്ട് ചെയ്യുന്നല്ലോ പ്ലാസ്റ്റിക്, നമുക്ക് ഡീഗ്രേഡബിൾ അങ്ങനെയൊക്കെ. അപ്പം അത് നോക്കി അവൻ അതിൽ കൊണ്ടിടും. അപ്പം നമ്മളിപ്പോൾ അവനിൽ ലേൺ ചെയ്യാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ. അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഇപ്പം ആപ്പിളിൻ്റെ സൈഡിൽ ആ റോൾ, ഇപ്പം ആപ്പിൾ ആ റോൾ കറക്റ്റ് അല്ല വെച്ചത്, ഇപ്പം വെച്ചത് മാറി, അമ്മ ഇതെന്താ ഇവിടെ വെച്ചവര്, ഞാൻ പറഞ്ഞ അത് അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നീ അവിടെ വെച്ചത് കൈ അഴുക്കാക്കണ്ടെന്നൊക്കെ പറയും. അപ്പൊ പറയും അതല്ല അമ്മ, ഇത് ഇവിടെ വെക്കണം. അപ്പൊ അവനത്, ഞാൻ പറഞ്ഞു നീ ഇവിടെ ജോലിക്ക് നിന്നാല് അങ്ങനെയൊക്കെ ഞാനിട്ടായിരിക്കും ഈ കുട്ടി എന്താ ഇങ്ങനെ, ഇതിപ്പോ കുറച്ച് ഓവറല്ലേ എന്ന് എനിക്ക് ചിലപ്പോ തോന്നിപ്പോവും. നാട്ടിലൊക്കെ പോയാല്, ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ ഒരു ദിവസം ഈ ലൈൻ നിൽക്കുമല്ലോ നമ്മളിപ്പോ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് ഒരാൾ അതിന്റെ ഇടയ്ക്ക് ഇടിച്ചു കയറി. അപ്പോൾ നാട്ടിലെ നമ്മളൊന്നും പറയാൻ പോയില്ല. അപ്പൊ അതെന്താ അവർ ലൈൻ കട്ട് ചെയ്തേ, പിന്നെ ഇവനാകെ പ്രഷറായി.
ഞങ്ങളിങ്ങനെ മതി പോട്ടെ സാരില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ലൈൻ കട്ട് ചെയ്യാൻ പാടുണ്ടോ? ഫുള്ള് പ്രശ്നമാ. നാട്ടിൽ പോയപ്പോ അതുപോലെ തന്നെ നമ്മളിപ്പോ വീട്ടില് എന്താ പറയാ പുറത്തൊക്കെ സ്ഥലമുണ്ട്, കിച്ചണിന്റെ ബാക്ക് സൈഡിലൊക്കെ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഒരു കമ്പോസ്റ്റ് പോലെ ഇങ്ങനെ അമ്മ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ അതുകൊണ്ട്, അല്ലാതെ സാധാരണ നമുക്ക് വേസ്റ്റ് കത്തിക്കേണ്ട ഒക്കെ ഒരു ഏരിയ ഉണ്ട്. പ്ലാസ്റ്റിക് വേറെ തന്നെ എടുത്തു വെക്കുകയും ചെയ്യും. അപ്പോൾ ഇവൻ വിചാരിക്കുന്ന ഇവിടെ ഇപ്പം നമുക്കിവിടെ ബാത്റൂമിൽ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട്, കിച്ചണിൽ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട്. ഇവൻ ഈ നാട്ടിൽ പോയാൽ ഈ വേസ്റ്റും കൊണ്ട് ഇവൻ കറങ്ങും. ഇത് എവിടെയാ ഇടണ്ടേന്ന് ഈ കുട്ടിക്ക് അറിയില്ല. ഞാനൊരു പഴത്തൊലി എങ്ങാനും പുറത്തെങ്ങാനും നമ്മൾ എറിയുമല്ലോ പഴത്തൊലിയോ അങ്ങനെയൊക്കെ എറിയല്ലോ. അപ്പൊ ഞാൻ എങ്ങാനും എറിഞ്ഞ ഇവൻ എന്നെ തീർന്നു അന്നത്തെ കാര്യം. അതവസ്ഥ. അതുപോലെ പുറത്തൊക്കെ നാട്ടിൽ ടൂറൊക്കെ പോയാൽ ഈ വാഷ്റൂമിന് നമ്മൾ തപ്പണം, അത്ര കഷ്ടപ്പെടും നമ്മള്. ഇവനോട് പറയും നീ ഒഴിച്ചോ കുഴപ്പമില്ല, ഇവിടെ ഒഴിച്ച പ്രശ്നം ഇത് ഓക്കെയാണ്. ഇവനൊട്ടും സമ്മതിക്കില്ല. അതൊക്കെയാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതിപ്പോ കുട്ടി ചെയ്യുന്നത് നല്ലതാണെങ്കിൽ പോലും ചില സമയത്ത് അതിന്റെ ഒരു ഇഷ്യൂ ചില സമയത്ത് വരും. ചിലപ്പോ അവൻ നല്ല കാര്യ ചെയ്യുന്നത്, അവനെല്ലാം ക്ലീൻ ചെയ്ത് തരും, തുടച്ചു തരും. പക്ഷെ ചില സമയത്ത് ഇതൊരു പ്രശ്നമായിട്ട് മാറും നാട്ടിലേക്ക് വന്നാല്. അഡാപ്റ്റേഷൻ ഒരു പാടാണ്. നാട്ടിലൊക്കെ വരുമ്പോ നമ്മൾ വല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു എവിടെയാ ശരിക്കും ഷോണിപ്പോ നിങ്ങള്? ഞാനിപ്പോ ദുബായിലാ, നാട്ടിൽ കണ്ണൂരാ. മോൻ എത്രയിലാ പഠിക്കുന്നത്? മോനിപ്പോ KG2-ല്. വെരി ഗുഡ്. മോൻ അങ്ങനെ തന്നെ പോട്ടെ, അവൻ ചെയ്യുന്നത് തന്നെയാണ് റൈറ്റ്. അതെ, അവനിൽ നിന്നാണ് ഞങ്ങളിപ്പോ അതൊക്കെ പഠിക്കുന്നത്. ഞാനിപ്പോ അറേഞ്ച് ചെയ്യാനൊക്കെ ഞാൻ അവനെ പേടിച്ചിട്ട് ചെയ്യേണ്ട അവസ്ഥ. ഫ്രിഡ്ജൊക്കെ ആവുമ്പോ വന്നിട്ട് നോക്കും, അമ്മ എന്താ ഇത് ഇവിടെ വെച്ചേ, കെച്ചപ്പ് ഇവിടെ അല്ലല്ലോ, അത് ഇവിടെയല്ലോ വെക്കണ്ടേ ഒക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഇതാക്കും. അപ്പൊ ഞാനിപ്പോ കുറച്ച് ഡിസിപ്ലിൻ പഠിച്ചു തുടങ്ങി അവനിലൂടെ. യെസ്, വെരി ഗുഡ്. റോൾ മോഡലായി മോൻ. അതെ, സത്യം. ഒരാളെ ഉള്ളു. സോ നമുക്ക് ഇനിയിപ്പോ കൂടുതലൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഞങ്ങൾ ശരിക്കും റെഗുലർ കോഴ്സ് ചെയ്ത സമയത്ത് എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു ക്ലാസ്, സൺഡേ ആൻഡ് ഹോളിഡേയ്സ് മാത്രം. അപ്പം ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ മാം പറയും. കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഞങ്ങൾ ഒബ്സർവേഷൻ, അങ്ങനെയാണ് ഒരു ദിവസത്തെ ക്ലാസ് ഒക്കെ പോകാറ്. പ്രാക്ടിക്കൽ സെഷൻ ഞങ്ങൾ മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ കുട്ടി ഉണ്ടെങ്കിൽ ആരുടെങ്കിലും കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയെ കൊണ്ടുവരും. ഈ പ്രാക്ടിക്കൽ സെഷൻ ആ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കും, ഞങ്ങൾ ഒബ്സർവ് ചെയ്യും. അങ്ങനെയാണ് ശരിക്കും. ഇപ്പൊ ഷോണിമയുടെ മോൻ അത് ഷോണിമയ്ക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് നമ്മൾ വേണ്ടത്, നമ്മൾ നേച്ചറുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം, നേച്ചറിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, നമ്മൾ ആ ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്ന രീതിയിൽ. Okay, fine. Next, the main thing, Montessori materials. Already പ്രാക്ടിക്കൽ സെഷൻസ് കഴിഞ്ഞു. പ്രാക്ടിക്കൽ സെഷനിൽ മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടു, ഓൺലൈനായിട്ട് കണ്ടു. അതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി മെയിൻ ആയിട്ട് അപ്പൊ ഞാനന്ന് പ്രാക്ടിക്കൽ സെഷൻ മോഡ്യൂൾ 3യുടെ ബ്രീഫിംഗ് ചെയ്ത സമയത്ത് കുറച്ച് കാര്യങ്ങൾ മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇനി മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ച് ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. എങ്ങനെയാണ് മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു കുട്ടിയുടെ മുന്നിൽ അതിന്റെ ഡെമോ കുട്ടിക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നത്, കുട്ടി അത് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ഇത് റീഡ് ചെയ്യാൻ ആരാ റെഡി ആയിട്ട്? മോണ്ടിസോറി മെറ്റീരിയൽസ് ആ ഒരു ടോപ്പിക് മുഴുവൻ വായിച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്കത് ആഡ് ചെയ്യാം. യെസ്, ഹരിതി ഞാൻ വായിക്കാം മാം. പ്ലീസ്. Montessori materials. Dr. Montessori dictated through her studies the kinds of things children enjoy and hold their attention. This is the basis for creating fascinating, self-correcting materials for children to learn and explore. Children are introduced to the materials in a careful presentation. A lesson is given slowly and preciously to the child. The child is able to observe carefully without disruption. These dissembled steps are in order to increase understanding and success when the child uses materials later. Points of interest are shown to attract the child's attention. Alteration and expansions are given to each lesson building upon fundamentals. Their aim is not an external one of teaching children skills or offering knowledge through correct usage. Rather, the aim is an
internal one of assisting the child self-construction and psychic development. The first essential for the child's development is concentration. He must find out how to concentrate, and for this he needs things to concentrate upon. Indeed, it is just here that the importance of our schools really lies. They are places in which the child can find the kind of work that permits him to do this. The material must aid the internal formation of the child. The material must coincide with the child's inner needs. This means the materials must be present at the right moment of a child's development. Montessori suggested age levels for introducing each material to the child. However, the sensitive period for the introduction of the material must be determined by observation. അതായത് മോണ്ടിസോറി മെയിൻ ആയിട്ട് പറയുന്നത് മോണ്ടിസോറിയുടെ സ്റ്റഡീസിൽ മോണ്ടിസോറി മെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിന് കുട്ടികൾക്ക് ലേൺ ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം ഓരോ മെറ്റീരിയൽസും ഓരോ ബെനിഫിറ്റ്സും കാര്യങ്ങളുണ്ട്. കോൺസെൻട്രേഷൻ, അതുപോലെ മോട്ടോർ സ്കിൽസ്, ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ ഓരോ മെറ്റീരിയൽസും ഓരോ പെക്യുലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ചിൽഡ്രന്റെ ഓരോ സ്റ്റേജിലുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പോ അത് കറക്റ്റ് സമയത്ത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഒരു കുട്ടിക്ക് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോ ബൈനോമിയൽ അല്ല ബ്രൗൺ സ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ കുട്ടിക്ക് സെൽഫായിട്ട് കറക്ഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഓരോ മെറ്റീരിയൽ ആ കുട്ടി ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം തെറ്റാണെങ്കിലും പിന്നീട് അത് രണ്ടാമത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നു. അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാപ്പബിലിറ്റി വരുന്നു. അതുപോലെ തന്നെ മെന്റൽ ആക്ടിവിറ്റി ആയാലും അതുപോലെ ഫൈൻ മോട്ടോർ സ്കിൽസ് ആയാലും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓരോ മെറ്റീരിയൽസും മോണ്ടിസോറി ഡിസൈൻ ചെയ്തേക്കുന്നത് ചിൽഡ്രന്റെ ഓരോ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഓരോ നീഡ്സ് അനുസരിച്ചാണ് ഓരോ മെറ്റീരിയൽസിനും ഓരോ നീഡ്സും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റേജ് ഇപ്പോൾ കുട്ടിയുടെ കറക്റ്റ് ആയിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് സ്റ്റേജിന്റെ റൈറ്റ് മൊമെന്റിലാണ് അത് ഓരോന്നും പ്രസന്റ് ചെയ്തേക്കുന്നതും ഡെവലപ്പ് ചെയ്തേക്കുന്നതും. ഓക്കെ, സോ മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ച് അതിന് മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മുടെ പ്രാക്ടിക്കൽ സെഷന് വന്നപ്പോ ഈ ആഷ്മിന്റെ DP കണ്ടപ്പോഴാണ് എനിക്ക് ആ ഡൗട്ട് വന്നത്. ഒരു ഫുൾ ടേം ആവാറായി പ്രഗ്നന്റ് ആയിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ലേ? അത് ആഷ്മിയാണോ? അതെ മാം, ഞാനാ. എന്തായി അവസ്ഥ? ഇപ്പൊ PG ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ അതിനെ പിന്നെ ചോദിക്കാൻ പകുതി ആവുമ്പോ അതിന്റെ കാര്യം ചോദിക്കാന്ന് വെച്ചിട്ട് ഇപ്പൊ ഓൾറെഡി ക്ലാസ്സസ് എല്ലാവരുടെ ഇങ്ങനെ ഒരു ലെസൺസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. മാം ഒന്ന് പറഞ്ഞ 9th കൂടിയും PG കഴിഞ്ഞിട്ട് 9th PG എക്സാം വരുമ്പോ ചെയ്യാന്ന് ചോദിച്ചു നോക്കാന്നാണല്ലോ പറഞ്ഞിരുന്നേ. അതെ അതെ, 8th ഇപ്പോ 31st-നും 1st-നുമാണ് എക്സാം. അതെന്തായാലും പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പൊ 9-ഉം 10-ങ്ങളും 11-ഉം 9, 10, 11 ഒരുമിച്ചാണ് PG ചെയ്യുന്നത്. അപ്പൊ എന്തായാലും 9th എക്സാമിന്റെ കൂടെ എഴുതാൻ ആ ഒരു എപ്പോഴാ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? December 28 മാം. December 28 മോൾ ഉണ്ടായ ദിവസം. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. 9th എന്തായാലും വരുമായിരിക്കും. 9th എക്സാം ഒരു ടൈമില് എന്തായാലും കാണുമായിരിക്കും. 9th ഒപ്പം എഴുതാൻ പറ്റും നമുക്ക് പ്രതീക്ഷിക്കാം. ഇടയ്ക്ക് ഞാനിങ്ങനെ ഞാൻ ഓർത്തു എന്നെ പേഴ്സണലിയും കോണ്ടാക്ട് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നമ്പറും സേവ് ചെയ്ത് വെച്ചിട്ട് പേര് എനിക്ക് കിട്ടുന്നില്ല, അതാണ് പറ്റിയത്. ഇല്ല, ഞാൻ ഓൾറെഡി പകുതിയാകുമ്പോ ഇപ്പൊ ഇതെല്ലാം ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം 9th ഇപ്പൊ നമ്മുടെ കൂടെയാണല്ലോ PG. അപ്പൊ സ്റ്റാർട്ട് ചെയ്തേക്കണ കാരണം പിന്നെ കാര്യമില്ലല്ലോ. അത് കാരണം പിന്നെ ഇടയ്ക്ക് മെസ്സേജ് അയക്കാൻ വെറുതെ മിസ്സിന് ശല്യം ചെയ്യണ്ടല്ലോ എന്ന് വെച്ചു. അന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി. എനിക്ക് ഏത് ബാച്ച് 10 ആണോ 9 ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഓർപ്പിക്കണോട്ടോ, കാരണം ഞാൻ പേര് ഇനി മറക്കില്ല. പക്ഷെ എനിക്ക് മെസ്സേജ് വന്നില്ലെങ്കിൽ കാര്യം മനസ്സിലുണ്ടാവും, പക്ഷെ ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. സോ മോണ്ടിസോറി മെറ്റീരിയൽ ഇറ്റ്സ് ഫാസിനേറ്റിംഗ്, ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ? സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് നമുക്ക് പെട്ടെന്ന് ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് കാണുമ്പോൾ കുട്ടികൾ അട്രാക്റ്റീവ് ആകാറുണ്ട്. പക്ഷെ 1 or 2 തവണ അവരത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ട, പിന്നെ അവർക്ക് പൊട്ടിയൊരു അടപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ മോണ്ടിസോറി മെറ്റീരിയൽസ് വളരെ അട്രാക്റ്റീവ് ആണ്. കുട്ടികൾക്ക് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അവർക്ക് ഭയങ്കര ഇഷ്ടം തോന്നും.
പിന്നെ അവര് അത് ചെയ്ത് ഒരു ഫോൾസ് ഫാക്ടീക്ക് എന്നുള്ള രീതിയിൽ അവർക്കൊരു മടുപ്പ് പോലെ അവർ കാണിക്കും. പിന്നെ അവർ വേറൊന്നിലേക്ക് തിരിയും. അങ്ങനെയാണ് സാധാരണ. പക്ഷെ പിന്നീട് വന്ന അവർ വീണ്ടും ആദ്യം ചെയ്ത മെറ്റീരിയൽസ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. പിന്നെ അതുമല്ല സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് ആണ്. ഇതൊരു ഫാസിനേറ്റിംഗ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും സെൽഫ് കറക്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസും വളരെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ കുട്ടികളുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസുമാണ്. അപ്പൊ കുട്ടികള് ഈ മെറ്റീരിയൽസ് ആദ്യമായി കാണുന്നതേ അവരെടുത്ത് ചെയ്യുമല്ല. അതാണ് ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. ട്രഡീഷണൽ മെത്തേഡിൽ സ്കൂളുകളിൽ ചെറിയ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ടോയ്സ് ഒക്കെ ഉണ്ടാവും. അത് എന്താണ് അതിന്റെ ആക്ച്വൽ പർപ്പസ് എന്ന് പോലും അറിയാതെ ആയിരിക്കും കുട്ടികൾ അത് ചെയ്യുന്നത്. പക്ഷെ മോണ്ടിസോറി മെത്തേഡിൽ ഓരോ മെറ്റീരിയലിനും സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. അപ്പോൾ ഡെമോ കാണിക്കുന്ന ഫെസിലിറ്റേറ്റർ നമ്മളാണെങ്കിൽ നമ്മൾ അത് കെയർഫുൾ ആയിട്ട് തന്നെ കുട്ടിയുടെ മുന്നിൽ ഡെമോ കാണിക്കണം. നമുക്ക് അതിനെപ്പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അത് പ്രസന്റ് ചെയ്യുന്ന രീതി വളരെ സിമ്പിൾ ആയിരിക്കണം. അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞു പോകണം. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി നല്ല തറോ നോളജ് ഉള്ള ഒരാളായിരിക്കണം ഈ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട്. അതായത് ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ നമ്മളത് പ്രസന്റ് ചെയ്യാൻ പോവാം. നമ്മളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ അതും അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ആവുകയാണ്. കേട്ടിട്ടില്ലേ, ആശാനൊന്നും പിഴച്ചാൽ ശിഷ്യൻ അപ്പത്തൊന്നും പിഴയ്ക്കുന്ന രീതിയിൽ പറയുന്നത്. അതാണ് അതിന്റെ ഒരു ശരിക്കും അതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾക്ക് അതിനെപ്പറ്റി നല്ല തറ നോളജ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഓരോ പ്രാവശ്യം പ്രാക്ടിക്കൽ സെഷന് വരുമ്പോൾ നമ്മൾ പലതവണ ചെയ്തു നോക്കും. എന്നിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത് കാണിക്കുന്നത്. കാരണം ഇത് ഒരു തവണ ചെയ്താലൊന്നും നമുക്കത് നമ്മുടെ ഉള്ളിൽ ശരിക്കും കയറില്ല. നമ്മളത് പലതവണ അതാ പറയണത്, നിങ്ങൾ ആരും നോക്കിയിരിക്കരുത്. ഒരാൾ ചെയ്യുന്നത് കണ്ട് നോക്കിയിരിക്കരുതെന്ന് പറയുന്നത്. എല്ലാവരുടെയും കയ്യിലൂടെ പോകണം, എല്ലാവരും ചെയ്ത് നോക്കണം. എത്ര സമയമായാലും നമുക്കതൊരു പ്രശ്നമില്ല. എല്ലാവരും ചെയ്ത് എല്ലാവരുടെയും കൈകളിലൂടെ പോയി കയറി ഇറങ്ങി പോകണം എന്ന് തന്നെ പറയും. അപ്പൊ ഈ കെയർഫുൾ പ്രസന്റേഷനോട് കൂടി വേണം നമ്മൾ കുട്ടികളുടെ മുന്നിൽ ഈ മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്യാനായിട്ട്. ഈ പ്രസന്റ് ചെയ്യുന്ന മെറ്റീരിയൽ ഓരോ കുട്ടിയും മനസ്സിലാക്കുന്നത്, അതായത് അവരവരുടെ ഒരു പെർസെപ്ഷൻ ഉണ്ട്, അവരവരുടെ ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നത് ബൈ സെൻസസ്. അവരുടെ സെൻസ് യൂസ് ചെയ്തിട്ടാണ്, അവരുടെ ഇന്റലക്ച്വൽ ലെവൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് ഓരോ കുഞ്ഞുങ്ങളിലും വ്യത്യാസമായിരിക്കും അല്ലെ, ആ സെൻസും ആ ഇന്റലക്ച്വൽ ലെവലും. സെൻസസ് പറയുമ്പോൾ അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് പറയുമ്പോൾ എല്ലാ കുട്ടികളിലും ഉണ്ട്. കണ്ണും മൂക്കും ചെവിയും നാക്കും എല്ലാ കുട്ടികളുടെ കയ്യിലുണ്ട്, കൈയും എല്ലാം ഉണ്ട്. പക്ഷെ അവർ ഓരോന്നും സെൻസ് ചെയ്യുന്ന രീതി, ആ ഒരു ലെവല് വ്യത്യാസമായിരിക്കും. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഏതെങ്കിലും ഒരു സെൻസ് വളരെ ഷാർപ്പായിരിക്കും. ചിലർക്ക് വിഷൻ ആയിരിക്കും, ചിലർക്ക് കേൾവി ആയിരിക്കും, ചിലർക്ക് സ്മെല്ലായിരിക്കും, ടേസ്റ്റ് അതായിരിക്കും ചിലർക്ക് അല്ലെ. ഈ കോഫി ടേസ്റ്റർ എന്നൊക്കെ പറഞ്ഞ വലിയ പോസ്റ്റിലുള്ള ജോബ് ഉണ്ട്, നല്ല സാലറി ഒക്കെ കിട്ടുന്നത്. അത്രയും അവരുടെ ടേസ്റ്റ് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ആ ജോബ് എടുക്കാൻ പറ്റുള്ളൂ. നല്ല കോഫിയാണോ നല്ല ടീ ആണോ എന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് പറയും. ഷെഫുമാര് കോമ്പറ്റീഷന് വരുമ്പോ മെയിൻ ഷെഫുമാര് വന്നിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് മാർക്കിട്ട് പോകുന്നില്ലേ, അത് ടേസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അവരുടെ ടേസ്റ്റ് ബഡ്സ് അത്രയും സെൻസിറ്റീവ് ആയിരിക്കണം. ചില വീട്ടില് ചില ആൾക്കാരോട് ഉപ്പ് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് പറയും, എത്ര കുറവാണ് ഉപ്പ്, പുളി, എരിവ് അതൊക്കെ എത്ര കുറവാണെങ്കിൽ കുറവാണെന്നും പാകമാണെങ്കിൽ പാകമാണെന്ന് പറയും. ചിലപ്പോ ചിലര് നോക്കുമ്പോൾ പറയും എനിക്കൊന്നും മനസ്സിലാവണില്ല. പക്ഷെ ആ ഒരു സെൻസ് അത്രയും ഷാർപ്പായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ സെൻസസും ഇന്റലക്ച്വൽ ലെവലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഒരു മെറ്റീരിയൽ ഒരു കുട്ടി കാണുമ്പോൾ അവന്റെ പെർസെപ്ഷൻ ആവണമെന്നില്ല അടുത്ത കുട്ടി കാണും. അതാണ് നമ്മൾ മെറ്റീരിയൽ ഇവർക്ക് ഡെമോ ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യണം എന്ന് പറയുന്നത്. കുട്ടികൾ ആദ്യമായിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ നിങ്ങൾക്ക് ടീച്ചർ എടുത്ത് കാണുമായിരിക്കും. കുട്ടികൾ എല്ലാവരും നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കണം എന്നില്ല, ഡീവിയേഷൻസ് ഉണ്ടാകാം. അവർക്ക് പെട്ടെന്നൊന്നും ഈ മെറ്റീരിയൽസിലേക്ക് ഒരു അട്രാക്ഷൻ വരണമെന്നില്ല. അവിടെയാണ് നമ്മൾ റാപ്പോ ബിൽഡ് ചെയ്യുന്നത്, ഒരു ബന്ധം കുട്ടിയുമായിട്ട്, ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട്, ഡെവലപ്പിംഗ് എ പോയിന്റ് ഓഫ് കോൺടാക്ട്. അത് തന്നെ നമുക്ക് ട്രഡീഷണൽ മെത്തേഡ്സ് തന്നെ എടുക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ആക്ഷൻ സോങ് പാട്ടുകൾ പാടാം, അവരോടൊപ്പം ഡാൻസ് ചെയ്യാം, അവരോടൊപ്പം ചെറിയ റോൾ പ്ലേ ചെയ്യാം,
അങ്ങനെ അവരുമായിട്ട് ആദ്യം ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ വന്ന ഉടനെ തന്നെ ഒരിക്കലും മോണ്ടിസോറി മെറ്റീരിയൽസ് കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. ആദ്യം ആ ഒരു എൻവയോൺമെന്റുമായിട്ട് അവർ കണക്റ്റഡ് ആകണം. അവിടുത്തെ മെറ്റീരിയൽസിൽ അവരൊരു അട്രാക്ഷൻ വരണം, ഇൻട്രസ്റ്റ് തോന്നണം. മെറ്റീരിയൽസ് എല്ലാം ഷെൽഫിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുക, അവരുടെ നോട്ടം അതിലേക്ക് പോകണം. ഇതെന്താണ്, ഇതെങ്ങനെയാണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അവരിൽ വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇവർക്ക് അതിന്റെ പ്രസന്റേഷൻ ചെയ്ത് കൊടുക്കുന്നത്, ഡെമോ. ഓക്കെ, കോൺസെൻട്രേഷൻ വേണം കുട്ടികൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. കോൺസെൻട്രേഷൻ വേണമെങ്കിൽ നമുക്കറിയാം, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഒരു അറ്റൻഷനും കോൺസെൻട്രേഷനും വരുന്നത്. ഈ മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ടൂൾസ് തന്നെയാണ്. കുട്ടിയുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റ്, ഇന്റേണൽ ഫോർമേഷന്റെ ഒരു ടൂള് തന്നെയാണ് ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് കുട്ടിയുടെ ഇന്നർ നീഡ്സ്, കുട്ടി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകും. ആ ഒരു ഒരാന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു ഇന്നർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. മറിയം മോണ്ടിസോറി അങ്ങനെ കുറെ കുട്ടികളിലെ രീതികൾ മനസ്സിലാക്കിയിട്ടാണ് ഈ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. മറിയം മോണ്ടിസോറി ഉണ്ടായിരുന്ന കാലഘട്ടത്തില് കുട്ടികൾ ഓരോ മെറ്റീരിയൽസ് ചെയ്യുന്നതും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണം, അതിനൊന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നിയ സമയങ്ങളിലെല്ലാം അവര് ഈ മെറ്റീരിയൽസിലും എൻവയോൺമെന്റിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു റൈറ്റ് മൊമെന്റിൽ തന്നെ ഈ മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്യണം. ക്ലാസ്സിൽ കയറി വന്ന ഉടനെ തന്നെ മെറ്റീരിയൽസ് കാണിച്ച ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കല്ല. നമ്മൾക്ക് മനസ്സിലാവും ആ ഒരു റൈറ്റ് മൊമെന്റ് എപ്പോഴാണെന്നുള്ളത്. ആ സമയത്ത് തന്നെ ഈ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാര്യം മറിയം മോണ്ടിസോറി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, ചിലപ്പോൾ 2.5 വയസ്സ് തുടങ്ങിയുള്ള കുട്ടികളും ഉണ്ടാവുമായിരിക്കും. ഈ കുട്ടികളിൽ ഓരോ ഏജിനും ഏത് മെറ്റീരിയൽ ആണ് അപ്രോപ്രിയേറ്റ് എന്നുള്ള രീതിയിൽ അവർ സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ സംടൈംസ് ചില കുട്ടികളുടെ സെൻസിറ്റീവ് എന്ന് പറയുന്നത് കുറച്ച് ഷാർപ്പ് ആണെങ്കിൽ അവരെ ഏജ് നോക്കാതെ അവർക്കും പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ ചില സമയത്ത് ഡെമോ ചെയ്ത് കുട്ടിയോട് തന്നെ ചെയ്യാൻ ഉള്ള രീതിയിൽ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടി ആ മെറ്റീരിയലുമായിട്ട് നല്ലപോലെ മേർജായി അവൻ അത് തന്നെ ചെയ്യുന്നു. മിസ്റ്റേക്ക് വരുന്ന കറക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ മെറ്റീരിയൽ അവന് ആപ്റ്റ് ആണെന്നത്. പക്ഷെ ചില സമയത്ത് നമ്മൾ പ്രസന്റ് ചെയ്ത് കൊടുത്തിട്ടും കുട്ടിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല, അവൻ അത് അതും ഇതുമൊക്കെ ചെയ്ത് മാറ്റി വെക്കുവാണെങ്കിൽ അവന് സമയമായിട്ടില്ല ആ മെറ്റീരിയൽസ് കൊടുക്കാൻ. അപ്പൊ നമുക്ക് വേറെ ആക്ടിവിറ്റീസിലേക്ക് അവനെ കൊണ്ടുപോകാം. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ദി മോണ്ടിസോറി മെറ്റീരിയൽസ്. നമുക്കത് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. നിങ്ങൾക്കും ആഡ് ചെയ്യാനുണ്ടോ? ഇപ്പൊ ഈ മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞതിന് ആഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിളിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് റീഡ് ചെയ്തോളൂ. നമുക്കത് പറഞ്ഞ് ഓരോ 5 പോയിന്റ്സ് ഉണ്ട്. 5 പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്യാം. യെസ് മാം ഞാൻ വായിക്കാം. ബട്ട് PDF നോക്കിയിട്ട് വായിക്കാം, ടെക്സ്റ്റ് ബുക്ക് കൈമയില്ല. ഓക്കെ. Principle of Montessori materials. Each material must have a definite purpose and be meaningful to the child. First one, the difficulty or the error that the child is to discover and understand must be isolated in single piece of material. For example, the long route will present only a variation in length and not in color or in design. Such isolation will help the child focus on the problem more eagerly. Next point വായിക്കണോ? നെക്സ്റ്റ് വൺ കൂടെ വായിച്ചോളൂ, കാരണം അത് ഫസ്റ്റ് പോയിന്റുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്പർ റോഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. യെസ് പ്ലീസ്. Second one, the materials progress from simple to more complex in designs and usage. A good example, the roads. After discovering the length, using the long route, which differ only in length, the child is introduced to the number roads. The number roads are used to teach the child to count.
third set, small rod, is used to teach children more complicated mathematical problem. Okay. സോ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ദ മോണ്ടിസോറി മെറ്റീരിയൽസ് അതിലൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്പർ റോഡ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്പർ റോഡ്സ് വളരെ കളർഫുൾ ആണ്. 2 കളറും കൂടി ചേരുന്ന രീതിയിൽ ആണ് നമ്പർ റോഡ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ നമ്പർ റോഡ്സിൽ ഫസ്റ്റ് അവരെ അതിന്റെ നമ്പറോ കൗണ്ടിങ്ങോ അഡീഷനോ ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. അതിന്റെ ലെങ്ത്, ആ ഒരു ഡയമെൻഷൻ, അതിനെ കുറിച്ചുള്ള ഐഡിയ ആണ് കുട്ടിക്ക് കൊടുക്കുന്നത്. ലെങ്ത് കൂടിയത് ലെങ്ത് കുറഞ്ഞതെന്നൊക്കെ ആദ്യമേ പറയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ല. അതേസമയം അവരുടെ അടുത്ത് ഒരു 2 റോഡ്, ഒന്ന് നീളമുള്ളതും ഒന്ന് നീളം കുറഞ്ഞതുമായിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കമ്പാരിസണിലൂടെ അവർക്ക് മനസ്സിലാകും എന്താണ് ലെങ്ത്, മോർ ലെങ്ത്, ലെസ് ലെങ്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കൺസെപ്റ്റ് ആദ്യം അവരിൽ കിട്ടും. അതിനുശേഷമാണ് കളർ, കൗണ്ടിങ്, പിന്നെ അഡീഷൻ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ശരിക്കും നമ്പർ റോഡ്സ് നമുക്ക് അഡീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്പർ റോഡ്സ്. അത് സ്മോൾ നമ്പർ റോഡ്സും ഉണ്ട്, അതായത് ചെറിയ വേർഷനും ഉണ്ട്, വലിയ വേർഷനും ഉണ്ട്, ലാർജ് നമ്പർ റോഡ്സും ഉണ്ട്. നമ്മുടെ ഇത് ചെറുതാണ് ഇരിക്കുന്നത്. ആ ഒരു വേരിയേഷൻ ഇൻ ലെങ്ത് ആണ് ഫസ്റ്റ് അവർ മനസ്സിലാക്കുക. അത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അതിനുശേഷമാണ് അവർ കളറിനെ കുറിച്ചുള്ള ആ ഒരു കൺസെപ്റ്റ് അവർക്ക് കിട്ടുന്നത്. ദെൻ അവർ നോക്കുമ്പോൾ ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് നമ്മൾ വെച്ചതിന്റെ ഒരു കളറ്, നെക്സ്റ്റ് 1 ആയപ്പോ അടുത്ത ഒരു കളറും കൂടെ വന്നു, അതായത് ബ്ലൂവും കൂടെ വന്നു. ഫസ്റ്റ് റെഡ് മാത്രം, പിന്നെ റെഡും ബ്ലൂവും വന്നു, പിന്നെ റെഡും ബ്ലൂവും റെഡായി. അപ്പൊ അങ്ങനെ 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 അവർ നോക്കുമ്പോൾ ലെങ്ത് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ഇതിലെ കളറിന്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഐഡിയ അവർക്ക് കിട്ടും. അത് കഴിയുമ്പോൾ അവർ കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. 1, 1, 2, 1, 2, 3, 1, 2, 3, 4 അങ്ങനെ കൗണ്ട് ചെയ്യും. ആ കളറിന്റെ ഡിവിഷൻ അനുസരിച്ച് അവർ കൗണ്ട് ചെയ്യും. അപ്പൊ അവര് നോക്കുമ്പോ 1 വരുമ്പോ റെഡ് മാത്രം, 2 വന്നപ്പോ എൻഡ് ചെയ്തത് ബ്ലൂവില്, 3 വന്നപ്പോ എൻഡ് ചെയ്ത റെഡ്, അങ്ങനെ 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 ആ ഒരു കൺസെപ്റ്റ് അവരുടെ ഉള്ളിലേക്ക് കൊടുക്കണം. സോ അവർക്ക് ഓഡ് ഈവൻ എന്നുള്ള കൺസെപ്റ്റ് കിട്ടും. നമ്പേഴ്സ് മനസ്സിലായി, ഓഡ് ഈവൻ നമ്പറിന്റെ കൺസെപ്റ്റ് മനസ്സിലായി. അതിനുശേഷമാണ് അവർക്ക് അഡീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്പർ റോഡ്സ് വെച്ചിട്ട് അഡീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഡ് ഈവൻ കൺസെപ്റ്റ് അവർക്ക് നല്ല പോലെ തറവായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 2+3 എന്ന് പറയുമ്പോൾ അവർക്ക് അറിയാം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂവിൽ എൻഡ് ചെയ്യുന്ന റോഡാണ്, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിൽ എൻഡ് ചെയ്യുന്ന റോഡാണ്. അപ്പൊ അവര് 3ക്ക് വേണ്ടിയിട്ട് ബ്ലൂവിൽ എൻഡ് ചെയ്യുന്ന റോഡിൽ പോയി നോക്കില്ല, റെഡിൽ എൻഡ് ചെയ്യുന്ന റോഡ് തന്നെ. അങ്ങനെ അങ്ങനെ നമ്മൾ ഈസി ആക്കുവാണ് അവരെ ഓരോന്ന് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ആണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾക്കതിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണം, നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത് ഇങ്ങനെ അവർക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിൾ മാറ്റമല്ല നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും അത് ഇംപ്രൊവൈസ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതും മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്. ആ ഒരു കുട്ടിയുടെ രീതി, പൊട്ടൻഷ്യൽ അനുസരിച്ച് നമുക്ക് അവന് കൊടുക്കുന്ന പ്രസന്റേഷൻ നമുക്ക് മാറ്റി കൊടുക്കാം. അതാണ് മെറ്റീരിയൽസിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ആ ലെങ്ത് കഴിയുമ്പോഴേക്കും അവരിൽ അടുത്ത കൺസെപ്റ്റ് വരും, പിന്നെ അടുത്ത കൺസെപ്റ്റ്, അങ്ങനെ ആ രീതിയിൽ അവർ ആ നമ്പർ റൂട്ടിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. അപ്പൊ കുട്ടികളെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ അത് ശരിയായ രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് കുട്ടിയുടെ ഉള്ളിലേക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് ആരാ റീഡ് ചെയ്യുക? നമ്മുടെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം, മുഴുവൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വൈകിട്ട്. Yes. Yeah, okay, ma'am. The materials are designed to prepare the child diffusely to future learning. The sandpaper letters are used to instruct children the sound of the letters of the alphabet. By tracing the sandpaper letters with his finger, he built a muscular memory of the shape of a letter of the alphabet and therefore preparing him to write one day. This principle of indirect preparation empowers the child to experience success in the endeavor much more readily and aids to the develop of self-assurance. അങ്ങനെ ഒരു മെറ്റീരിയലിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ആ ഒരു ഡയമെൻഷൻ, ആ ഒരു കൺസെപ്റ്റ് വരുന്നതും കളർ കൺസെപ്റ്റ് വരുന്നതും കൗണ്ടിങ് വരുന്നതും ആഡ് ചെയ്യുന്നതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ചിലപ്പോൾ അത് കുറെ ദിവസങ്ങൾ എടുത്തായിട്ടായിരിക്കും വരിക. ഓക്കെ,
നെക്സ്റ്റ് പറഞ്ഞത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. മറിയാം മോണ്ടിസോറിക്ക് വളരെ താല്പര്യമുള്ള, വളരെ ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. നമുക്കും അത് ലോ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് എന്തായാലും ഉണ്ടാക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ആൽഫബറ്റ്സിന്റെ 4 നമ്പേഴ്സിന്റെ 2 or 3 എങ്കിലും ഉണ്ടാക്കി വെക്കും. മുഴുവനും ചെയ്യണം, പക്ഷെ ഫോർ ദ ടൈം ബീങ് അത്രയെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് സാൻഡ് പേപ്പർ കിട്ടുന്നില്ല, ഗ്ലിറ്റർ പേപ്പർ ആണ് കിട്ടുന്നത് എന്ന് പറയും. നമുക്ക് ആ ഒരു സെൻസ്, ആ ഒരു മെമ്മറിയിൽ അവർക്ക് അത് വരണമെങ്കിൽ സാൻഡ് പേപ്പർ തന്നെ വേണമെന്നാണ് മോണ്ടിസോറിയുടെ ഒരു കൺസെപ്റ്റ്. പിന്നെ മറ്റേത് മോണ്ടിസോറി പറയുവാണെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. പിന്നെ ഗ്ലിറ്റർ പേപ്പറിൽ ഇങ്ങനെ വിരലിലേക്ക് പറ്റുന്നുണ്ട് കുട്ടികളുടെ, അത് അവരുടെ അത്ര ഹൈജീൻ അല്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് ഇവരെ ട്രേസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അവരുടെ ഒരു മസ്കുലർ മെമ്മറി, കാരണം അവർ കൈയുടെ മൂവ്മെന്റും ഉണ്ട്, ഫൈൻ മോട്ടോർ സ്കിൽസും ഉണ്ട്, അതിനൊപ്പം തന്നെ ഈ ഒരു ലെറ്ററിന്റെ ഇമേജ് അവരുടെ മെമ്മറിയിൽ അങ്ങ് സ്റ്റോർ ആകുക. സാധാരണ കുട്ടികളെ എഴുതിക്കുന്ന പോലെ കയ്യിൽ പിടിപ്പിച്ച് എഴുതിക്കുന്നു അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലല്ല, അവര് തന്നെ ട്രേസ് ചെയ്യുമ്പോൾ ഈ ഒരു ഇമേജ് അവരുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുവാണ്. പിന്നെ അത് അവര് എഴുതാനായിട്ട് തുടങ്ങും. ഇതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ലെറ്ററിന്റെ ഷേപ്പ്, ആൽഫബറ്റ്സ് അവര് എഴുതാൻ റെഡി ആവുകയാണ് പെട്ടെന്ന് തന്നെ. അതുകൊണ്ടാണ് മോണ്ടിസോറി പറയുന്നത് റൈറ്റിങ്ങും റീഡിങ്ങും ഒരു എക്സ്പ്ലോഷൻ പോലെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നടക്കുന്നത്. നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്നതല്ല, കുട്ടി തന്നെ റൈറ്റ് ചെയ്യണം, ആദ്യം ട്രേസ് ചെയ്ത് അല്ലെങ്കിൽ കളർ ചെയ്ത് അങ്ങനെ അവരത് എഴുതുക. നമ്മുടെ കിഡ്സ് ആക്ടിവിറ്റി ബുക്കിൽ റെക്കോർഡ്, 4ാമത്തെ റെക്കോർഡിൽ നമ്മൾ കുറേ ആക്ടിവിറ്റി നമ്മൾ റെഫറൻസ് കൊടുത്തിരുന്നു. അതായത് നമ്പേഴ്സും ആൽഫബറ്റ്സും കളർ ചെയ്യാനായിട്ട്, നമ്മൾ എഴുതിക്കാനല്ല കളർ ചെയ്യാനാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. കുട്ടികൾക്ക് പൊതുവെ വരയ്ക്കാനും കളർ ചെയ്യാനായിരിക്കും എഴുതുന്നതിനേക്കാളും ഇൻട്രസ്റ്റ്. അപ്പൊ ആദ്യം അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു കളറിങ് അല്ലെങ്കിൽ അത് ചെയ്യുന്നതിലൂടെ അവരത് ട്രേസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ആ എഴുതുന്നതിന്റെ ഒരു ഇക്വലന്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുട്ടിയുടെ ഓരോ പവർ നമ്മൾ ട്രിഗർ ചെയ്യുമ്പോൾ അവന് മാക്സിമം എഫേർട്ട് അവനെടുത്ത് അവൻ കാര്യങ്ങൾ ചെയ്യും, അവനെ എംപവർ ചെയ്യുവാണ്. ഓരോ എക്സ്പീരിയൻസിലൂടെ അവൻ എംപവർ ചെയ്യും. അപ്പൊ സക്സസ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത് അവന്റെ ഡെവലപ്മെന്റിന് ഉള്ള ഒരു എയ്ഡ് തന്നെയാണ് ഈ ഒരു മെത്തേഡും ഈ ഒരു മെറ്റീരിയൽസും. ഓക്കെ, നെക്സ്റ്റ് 2 പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എനിക്ക് 1:30 ക്ലാസ് ഉണ്ട്, നീണ്ടു പോകും. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് 2 പോയിന്റ്സ് കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചിട്ട് വരും. പിന്നെ ബേസിക് റൂൾസ് ആണ് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിന്റെ ബേസിക് റൂൾസ്. പിന്നെ ഒരു ഫെസിലിറ്റേറ്റർ എങ്ങനെയായിരിക്കണം, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെയായിരിക്കണം, മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമല്ല ആ ഒരു എൻവയോൺമെന്റിലെ കുട്ടിയെ ഒബ്സർവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം. അവരൊരു അഡൾട്ടാണ്, പക്ഷെ സാധാരണ അഡൾട്ട് കാണിക്കുന്ന രീതിയിൽ കുട്ടിയുടെ മുന്നിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്. കുട്ടിക്ക് ഒരു സപ്പോർട്ട്, ഒരു ഗൈഡ്, മെന്റർ, ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെയായിരിക്കണം, അവരുടെ ക്വാളിറ്റീസ് എന്തായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും വായിച്ചിട്ട് വരൂ. എന്നിട്ട് നമുക്ക് ഇനി വലിയ കുഴപ്പമുള്ള കാര്യമല്ല, ഈ മെറ്റീരിയൽസിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ റോളും അവരുടെ ക്വാളിറ്റീസും അവരെങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ദെൻ ബൈ. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, ma'am.